ஆற்றில்லாவழியாதும் இறைவனே போற்றுமன் போற்றி போற்றுமன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையற்றோடும் மாற்றுவன பரே ஆட்டவுமாமே. തിരുമന്ത്രം 4-ാം തന്ത്രത്തിലെ ഭുവനാധിപതി ചക്രത്തിലെ അടുത്ത പാടലിലേക്ക് നാം പ്രവേശിക്കുന്നു. നമുക്ക് നോക്കാം. ഈ മൂന്നിനാൽ കുറിക്കും ദൈവത്തിനൊപ്പമായിട്ടില്ല അന്യദൈവം. ഞാൻ ഉരയ്ക്കുന്നു എന്ന് കേൾക്കൂ. ഈ ദൈവരൂപമാകും മനം, ഇമ്പം, മുക്തി എന്നീ പദമിങ്ങ് മൂന്നുമോർത്താൽ ശിവനുള്ളൊരുടലതല്ലോ. ശിവൻ്റെ ഉടലിനെ പ്രീതിപ്പെടുത്തുക. ഇവിടെ ശിവൻ്റെ ഉടൽ എന്ന് പറയുന്നത് ദേവിയാണ്, ത്രിപുര സുന്ദരിയാണ്. ആ ത്രിപുര സുന്ദരി ദേവിയെ സാക്ഷാത്കരിച്ചാൽ എല്ലാ ദൈവങ്ങളെയും സാക്ഷാത്കരിച്ച അനുഭവം ഉണ്ടാകും. ശിവശക്തികളെ മുഴുവനും ഉൾക്കൊള്ളാനായിട്ട് ഈ മന്ത്രത്തിന് കഴിയും. അതാണ് ശ്രീവിദ്യ മന്ത്രസാധനയുടെ പ്രത്യേകത. ശ്രീവിദ്യോപാസകന് പിന്നെ മറ്റൊരു ദൈവത്തെയും പ്രീതിപ്പെടുത്തേണ്ടതില്ല. ഭുവനാധിപതിയായ ഭുവനേശ്വരിയെ പ്രീതിപ്പെടുത്തുമ്പോൾ എല്ലാ ദൈവങ്ങളും അയാളുടെ വിളിപ്പുറത്തായിരിക്കും. ഇതാണ് ഒരു ശ്രീവിദ്യാ സാധകന് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ ഗുണം. അതായത് ഭുവനേശ്വരിയായ ദേവിയെ പ്രീതിപ്പെടുത്താൽ ശിവൻ്റെ ഉടലിനെ, ശിവൻ്റെ പാതിയെ പ്രീതിപ്പെടുത്തുന്നതാണ്. ശിവൻ്റെ പാതിയെ പ്രീതിപ്പെടുത്തുക എന്ന് വെച്ചാൽ ശിവശക്തിയെ പ്രീതിപ്പെടുത്തുക എന്നാണ് അർത്ഥം. ശിവശക്തിയെ പ്രീതിപ്പെടുത്തുക എന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങളെയും സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അതായത് ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ 3 കൂടങ്ങൾ: വാഗ്ഭവകൂടം, കാമരാജകൂടം, ശക്തികൂടം. നോക്കൂ, ആ ക എ ഇ ല ക്രീം എന്ന ആദ്യത്തെ വാഗ്ഭവകൂടം. പിന്നെ രണ്ടാമത്തെ കൂടം എന്ന് പറയുന്നത് ഹ സ ഹ ക ല ഹ്രീ എന്ന് പറയുന്ന ആ കൂടമാണ്. പിന്നെ മൂന്നാമത്തെ കൂടം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കൂടം കാമരാജകൂടമാണ്. മൂന്നാമത്തെ കൂടം എന്ന് പറയുന്നത് ശക്തികൂടമാണ്. സ ക ല ഹ്രീം എന്നുള്ളതാണ് ശക്തികൂടം. ഈ 3 കൂടങ്ങളിലൂടെ ദേവിയെ പ്രീതിപ്പെടുത്തുമ്പോൾ നമ്മുടെ കുണ്ടലിനി ശക്തി എന്ത് സംഭവിക്കുന്നു? മൂലാധാരത്തിൽ നിന്ന് ആദ്യത്തെ കൂടത്തിൽ ഹൃദയസ്ഥാനം വരെയും, പിന്നെ രണ്ടാമത്തെ കൂടത്തിൽ അതായത് കാമരാജകൂടത്തിൽ ഹൃദയസ്ഥാനത്ത് നിന്ന് ഭ്രൂമധ്യം വരെയും, പിന്നെ മൂന്നാമത്തെ കൂടത്തിൽ അതായത് ശക്തികൂടത്തിൽ അത് സഹസ്രാരം വരെ എത്തിച്ചേരുകയും ശിവശക്തി മേളനത്തിലൂടെ ഈ അനുഗ്രഹം നേടാൻ കഴിയുകയും ചെയ്യുന്നു. അതായത് ശ്രീവിദ്യാ സാധകന് ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ, ദേവിയെ സാക്ഷാത്കരിക്കുന്നതിലൂടെ ശിവശക്തി മേളനം അനുഭവിക്കാൻ കഴിയുന്നു. അതോടെ എല്ലാ ദൈവങ്ങളെയും സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. അതാണ് ഈ പാടലിൻ്റെ അർത്ഥം. ഇതാ നോക്കൂ, ഈ 3 കുറിക്കും ദൈവത്തിനൊപ്പമായിട്ടില്ല അന്യദൈവം. ഞാൻ ഉരയ്ക്കുന്നു ഒന്ന് കേൾക്കൂ. ഈ ദൈവരൂപമാകും മനം, ഇമ്പം, മുക്തി. അതായത് അഷ്ടൈശ്വര്യസിദ്ധികളും ഇതുകൊണ്ട് ലഭിക്കുമെന്നാണ് പറയുന്നത്. മനം, മനസ്സ്, ഇമ്പം, സ്നേഹം, പ്രേമം, പിന്നെ അതേപോലെ മുക്തി. ആത്മാവിൻ്റെ ഈ 3 ഗുണങ്ങളും സാധകന് ലഭിക്കുന്നു. മനസ്സ് പരിശുദ്ധമായി തീരുകയും അത് അസി എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേരുകയും, പിന്നെ ഇമ്പം, പ്രിയം, പ്രേമം എന്ന ആ മഹോന്നതമായ സത്യസാക്ഷാത്കാരത്തിലേക്ക് എത്തുകയും പിന്നെ മുക്തിഭാവത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ അസി, പിന്നെ
ഇമ്പം പിന്നെ പ്രകാശം എന്നീ 3 ഗുണങ്ങളും സാധകന് ലഭിക്കുന്നു. പിന്നെ ഈ 3 ഓർത്താൽ ശിവനുള്ളൊരുടൽ, അതാണല്ലോ ശിവശക്തി മേളനത്തിലൂടെ ഈ 3 ഭാവങ്ങളും, ആത്മാവിൻ്റെ ഈ 3 ഭാവങ്ങളും, അതായത് അസി, ഇമ്പം, അതായത് പ്രിയം, പിന്നെ പ്രകാശം, സ്നേഹം, ഈ വികാരങ്ങളെല്ലാം അതിൻ്റെ മൂർത്തിമത് ഭാവത്തിലേക്ക് നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നു. അതായത് ശ്രീവിദ്യോപാസകൻ ഏറ്റവും വലിയ മനഃശുദ്ധിയുള്ളവനായിരിക്കും. ശ്രീവിദ്യോപാസകൻ ഏറ്റവും വലിയ സ്നേഹിയായിരിക്കും, സ്നേഹവാനായിരിക്കും. സ്നേഹത്തിൻ്റെ പരമോന്നതമായ തലത്തിലേക്ക് എത്തിച്ചേർന്നവനായിരിക്കും ശ്രീവിദ്യോപാസകൻ. അതായത് ലോകത്തെ മുഴുവനും സ്നേഹിക്കാനുള്ള മഹാസ്നേഹവായ്പ് ഒരു ശ്രീവിദ്യോപാസകന് ലഭിക്കുന്നു. പിന്നെ മുക്തിയും ലഭിക്കുന്നു. ഈ സിദ്ധികളെല്ലാം തന്നെ ശ്രീവിദ്യാസാധകന് ലഭിക്കുമെന്നാണ് ഈ പാടലിൽ തിരുമൂലദേവൻ നമുക്ക് ഉറപ്പ് തരുന്നത്. ഇനി അടുത്ത പാടൽ നോക്കൂ. ആ പരാശക്തി അമ്മ ശിവനോട് ഉടലായി നിൽക്കും. ആ പരാവിദ്യ ഏതൻ മുക്തിയും സിദ്ധിയും കേൾ. ഏകമാം അരുളു മാത്രം ശിവഗുരുവായി തോന്നും. ഏകമാം അരുളെ പാർത്താൽ പരമശിവയോഗമെട്ടും.